കലാകായിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ജിംഖാന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കമ്മുട്ടിക്കുളം 39ാം വാർഷികത്തിന്റെ ഭാഗമായി ക്രിക്കറ്റ്, വോളിബോൾ, ഫുട്ബോൾ എന്നിങ്ങനെ വിവിധ ഇനം മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വളാഞ്ചേരി നഗരസഭാ കൌൺസിലർ ഹസീന നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളി ഉദ്ഘാടനം ചെയ്തു. കമ്മുട്ടിക്കുളം ജിംഖാന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്ന 39ാം ആനിവേഴ്സറിയോടനുബന്ധിച്ച് നടത്തുന്ന ഫുട്ബോൾ ലീഗിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്ലബ്ബ് നമ്മൾക്കറിയാവുന്നതുപോലെ വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ടീമാണ്. ഇനിയും ഭാവിയിലും അതൊക്കെ തുടരാൻ അവർക്ക് കഴിയട്ടെ. വേദിയിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഇബ്രാഹിം കണ്ണംകോളിൽ, നൌഫൽ കലമ്പൻ, നാലകത്ത് നൌഷാദ്, നിസാർ പി.ടി, കെ.പി. യാസർ, അറഫാത്ത്, ഖാദർ പി.ടി, കുഞ്ഞാപ്പു പാലാറ, ഷാജു കെ.പി തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ പൂക്കാട്ടിരി മുതൽ കുളമംഗലം, വൈക്കത്തൂർ, വളാഞ്ചേരിക്കാർക്ക് ആദ്യം വരുന്ന പേര് കമ്മുട്ടിക്കുളം ജിംഖാന എന്നാണ്. പണ്ടത് ജിംഖാന തൃശ്ശൂരൊക്കെ നമ്മുടെ വളാഞ്ചേരിയിലൊക്കെ വന്ന് കളിക്കുമ്പോൾ ആ ആവേശത്തിൻ്റെ പുറത്തുകൂടിയാണ് ഈ പേര് വന്നതെങ്കിലും ജിംഖാന കമ്മുട്ടിക്കുളം 39 വർഷമായി കായിക ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ നിറവാർന്ന് നിൽക്കുന്നു എന്നത് ഇന്നും നിലനിർത്തി പോകുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹവും അഭിമാനവുമാണ്. കാരണം യുവതലമുറ ലഹരിക്കും മദ്യത്തിനും മറ്റും അടിമപ്പെട്ട് വഴിതെറ്റിപ്പോകുന്ന കാലത്ത് കായിക മേഖലയിൽ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും വോളിബോൾ ആയാലും ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ 3 തരം മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് യുവാക്കളെ ചേർത്ത് പിടിച്ച് അവരെ മറ്റ് വിപത്തുകളിൽ നിന്ന് അകറ്റി നിർത്തുന്നതിലേക്ക് കായികം ഒരു ലഹരിയാക്കി ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചടങ്ങിൽ കേരളോത്സവത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരെ അനുമോദിച്ചു. ക്ലബ് സെക്രട്ടറി അസ്ഹൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ ഇർഷാദ് പി.കെ നന്ദിയും പറഞ്ഞു. ക്രിക്കറ്റ് മത്സരത്തിൽ ന്യൂവെൽസ് FC ജേതാക്കളായി. വോളിബോൾ മത്സരത്തിൽ സാന്റോസ് FC, ഫുട്ബോൾ മത്സരത്തിൽ സെൽറ്റിക് FC എന്നിവർ വിജയിച്ചു. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.